അപ്പോൾ ഇന്തോനേഷ്യയിലെ ഐജനിലുള്ളത് ഇവിടെ ഒരു അഗ്നിപർവ്വതം കാണാൻ പോവാണ്. പുലർച്ചെ 12 റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ അഗ്നിപർവ്വതം താഴെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് ഐജൻ വോൾക്കാനോ. ഇപ്പോൾ നിലവിലും ആക്റ്റീവായിട്ടുള്ളൊരു വോൾക്കാനാണത്. ഗൈഡ് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തരാണ്. അവിടെ ഉപയോഗിക്കേണ്ട മാസ്ക് ഉണ്ട്. അവിടെ നമുക്ക് ശ്വസിക്കാനൊന്നും പറ്റില്ല അടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ. അതിന് ഉപയോഗിക്കേണ്ട മാസ്ക് കൃത്യമായിട്ട് പറഞ്ഞാണ്. ട്രക്ക് ചെയ്ത് ഞങ്ങൾ മുകളിലേക്ക് കയറി 4 കിലോമീറ്റർ ട്രക്ക് ചെയ്യണം. ഇതാ ഞങ്ങൾ വീണ്ടും അഗ്നിപർവ്വതം താഴേക്ക് എത്തിയിരിക്കുകയാണ്. അതാ ഇത് കാണുന്നതാണ് ബ്ലൂ ഫയർ ലാവ, നീല നിറത്തിലുള്ള ലാവ വരുന്ന 2 അഗ്നിപർവ്വതങ്ങളാണ്. ഒന്ന് ഇവിടെ, ഒന്ന് ഇന്തോനേഷ്യയിലും ഒന്ന് ഐസ്ലാൻഡിലുമാണുള്ളത്. ഇത് ആക്റ്റീവാണ്. നിലവിൽ ഏത് സമയം എന്തും സംഭവിക്കാവുന്ന ഒരു അഗ്നിപർവ്വതം തന്നെയാണ്. ഇത് ഇന്തോനേഷ്യയിലെ ബാനുവാങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ബാനുവാങ്ങിയിൽ നിന്ന് നമ്മൾ ഐജനിലേക്ക് 40 കിലോമീറ്ററോളം ഉണ്ട്. പുലർച്ചെ 12 വേണം. ഇന്ന് ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് 32,000 ആളുകൾ ഇന്ന് ഇവിടെ വിസിറ്റുന്നുണ്ട്. 4 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ട് വേണം മുകളിലെത്താൻ. ആളുകൾ അഗ്നിപർവ്വതത്തിൻ്റെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത്. ഓക്കെ.